എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റേക്കാട്ട്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ് യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഞാനൊരു പ്രാവശ്യം ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. സ്മൈലിങ്, ചിരിക്കുക എന്നുള്ളത്. മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ദുഃഖങ്ങൾ മാറിയിട്ട് ചിരിക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ ഇപ്പോൾ ഒരിക്കലും നടപടിയാവില്ല. ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും, പക്ഷേ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ചിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലൈഫിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഉറപ്പാണത്. പലരുണ്ട് ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കാണ്ടും മുഖം കയറ്റി പിടിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്നവർ. നമ്മൾ ഏതൊരു ശത്രുവിനെ ആയാലും ഏതൊരു പ്രോബ്ലം ഉള്ള സ്ഥലത്ത് നമ്മൾ ചിരിച്ച് ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ആ പോസിറ്റീവ് വൈബ് തിരിച്ച് അവരിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് അവർ ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ ഈവൻ ഡോക്ടറോ ഏത് പ്രൊഫഷൻ എടുത്തോ, കളക്ടറോ, പോലീസ് ഓഫീസർ ആരായാലും അവർക്ക് ഏത് പൊസിഷനിൽ ഏത് കോടീശ്വരനായാലും ആരായാലും നമ്മൾ ചിരിക്കാൻ അറിയുന്ന മനുഷ്യൻ നന്നായിരിക്കും. ഉറപ്പാണത്. ഒരു ബുദ്ധിമുട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായാൽ അവൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിരിക്കുമ്പോൾ നമ്മൾ ഉള്ളു തുറന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള ചിരിക്കും. അത് നമ്മൾ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക്, സമൂഹത്തിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു പോസിറ്റീവ് വൈബ് തിരിച്ച് അവരിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നല്ല ഒരു ഹാപ്പിനെസ്സും ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, പ്രോപ്പർ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പ്രോപ്പർ റെസ്റ്റ് എടുക്കുക. പിന്നെ നമ്മൾ ഓരോ മിനിറ്റും എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുക മാക്സിമം. നമ്മൾ ലൈഫിൽ ദുഃഖങ്ങൾ മാത്രം അയവിറക്കി ഇരിക്കേണ്ട. ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് നമ്മൾക്കൊരു പാടാന്ന് വിചാരിച്ച് അടുത്ത് വരുന്ന സുഖങ്ങളെയും സന്തോഷങ്ങളെയും നേരിൽ കണ്ടുകൊണ്ട് അതിനെ ആനന്ദിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പം തന്നെ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ചിരി നന്നായാൽ മനുഷ്യൻ നന്നായി എന്ന് പറയാം. അപ്പം ചിരിക്കാൻ പഠിക്കുക. നിങ്ങൾ ചിരിക്കുക. ആരെ കാണുമ്പോൾ എത്ര വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് മറന്നിട്ട് നമ്മൾ നന്നായി ആഘോഷത്തോടുകൂടി നല്ല ചിരിക്കാൻ ശ്രമിച്ചാൽ നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പല്ല് കാണിച്ച് തന്നെ ചിരിക്കുന്ന ആളാണ്. താങ്ക് യു, നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.